Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിന്റെ പേര് നമ്മളൊന്ന് മാറ്റി ഒന്ന് റീനെയിം ചെയ്തു. ഫുഡ് ഫോട്ടോവാക്ക് ഇനി മുതൽ ലെറ്റ്സ് ഫോട്ടോവാക്ക് എന്നായിരിക്കും അറിയപ്പെടുക, എന്നായിരിക്കും കാണിക്കുക. ഇത്രയും നാൾ നമ്മുടെ ഫുഡ് ഫോട്ടോവാക്കിനുണ്ടായിരുന്ന സപ്പോർട്ട് ലെറ്റ്സ് ഫോട്ടോവാക്കിനും ഉണ്ടാവണം. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്ത ഒരു വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ എന്നുള്ള നിലയിലുള്ള ഒരു വീഡിയോ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സ്നാപ്സീഡ് എന്നുള്ള ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് നമ്മൾ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡാർക്ക് മോഡ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്ത് ഫോട്ടോസിന് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ കാർഡിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് എങ്ങനെയാണ് ഒരു ഇമേജിന് ഒരു ഡാർക്ക് തീം അല്ലെങ്കിൽ ഒരു ഡാർക്ക് മോഡ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഇമേജ് എഡിറ്റിംഗ് സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നാൾ ഉണ്ടായിരുന്ന സപ്പോർട്ട് തുടരുക. വെൽക്കം ടു ലെറ്റ്സ് ഫോട്ടോവാക്ക്. ഫോട്ടോഷോപ്പിൻ്റെ 2020 വേർഷനാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 2020 ഏറ്റവും പുതിയ ഫോട്ടോഷോപ്പിൻ്റെ സോഫ്റ്റ്വെയർ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു ഇമേജിന് അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിടുക. Ctrl+J ആണ് അതിന് യൂസ് ചെയ്യുന്ന ടൂള്. Ctrl+J ആണ് ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ടൂള്. അപ്പോൾ നമുക്ക് രണ്ട് ലെയറായിട്ട് അല്ലെങ്കിൽ രണ്ട് ഇമേജസ് കിട്ടും. അതിനകത്ത് രണ്ടാമത്തെ ഇമേജിലാണ് നമ്മൾ എഡിറ്റിംഗ് വർക്കുകൾ ചെയ്യുന്നത്. ഇൻ കേസ് അല്ലെങ്കിൽ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഫോട്ടോസ് പോവുകയാണെങ്കിൽ നമുക്കൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ആയിട്ട് നമ്മൾ ഇടുന്നത്. ബേസിക് ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാമറ റോ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് കൂടുതൽ ഇമേജ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ, സാച്ചുറേഷൻ, ഹ്യൂ, അതുപോലെ തന്നെ ബാക്കിയുള്ള സെലക്റ്റീവ് കളറിൻ്റെ കൂടുതൽ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതിലാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു ഡാർക്ക് ടോൺ നമ്മൾ ഇമേജിന് കൊണ്ടുവരുന്നത്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കരുത്. ഇമേജിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുക എന്നുള്ളതാണ്. കളർ മിക്സർ എന്നുള്ള ഓപ്ഷനിൽ ഹ്യൂ, സാച്ചുറേഷൻ, ലൂമിനൻസ് എന്നുള്ള 3 ഓപ്ഷനുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. റെഡിൻ്റെ, ഓറഞ്ചിൻ്റെ, യെലോയുടെ, ഗ്രീനിൻ്റെ, അതുപോലെ തന്നെ അക്വാസ്, ബ്ലൂസ്, പർപ്പിൾ, മജന്ത, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കളറുകളുടെയും ഒരു ഓപ്ഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെയാണ് പ്രധാനമായിട്ട് ഒരു ഡാർക്ക് ടോൺ അല്ലെങ്കിൽ ഒരു ഡാർക്ക് വൈബ് നമുക്ക് ഈ ഒരു ഇമേജിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റുന്നത് ഈ ഒരു ഓപ്ഷനുകളിലാണ്. റെഡും ഓറഞ്ചും നമുക്ക് വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നില്ല. റെഡിൻ്റെയും ഓറഞ്ചിൻ്റെയും ഒരു ടോൺ നമ്മൾ സ്റ്റഡി ആയിട്ട് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ റെഡിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ നമ്മൾ ഗ്രീനിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട്, ഈ ഗ്രീൻ കളറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു കളർ ടോൺ മുഴുവനായി നമുക്ക് കുറച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഈ ഗ്രീൻ ആയിട്ടുള്ള ഏരിയ മൊത്തം ഒരു ബ്ലാക്ക് ടോൺ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മറ്റുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും ശ്രദ്ധിക്കുക.
ഇതിനോടൊപ്പം തന്നെ കുറച്ച് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫോട്ടോസ് എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു വാട്ടർമാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിഗ്നേച്ചറോ നമ്മുടെ ഒരു ലോഗോയോ ഒക്കെ എങ്ങനെയാണ് വാട്ടർമാർക്ക് ആയിട്ട് ചിത്രങ്ങളിൽ കൊടുക്കുക എന്നുള്ളത്. അത് 2-3 രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ഫോട്ടോഷോപ്പ് അറിയാവുന്നവർക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാൻ പറ്റും. എന്നാൽ ഇന്ന് നമ്മൾ അതൊരു ബ്രഷായിട്ട് സേവ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ബ്രഷ് പ്രീസെറ്റ് ആയിട്ട് തന്നെ സേവ് ചെയ്ത് ഒരു ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്ത് നമ്മുടെ ഒരു വാട്ടർമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിഗ്നേച്ചർ പേര് എന്ത് വേണമെങ്കിലും അത് എങ്ങനെയാണ് ഒരു ബ്രഷ് ടൂളായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രഷ് സെറ്റപ്പായിട്ട് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ബ്രഷ് അല്ലെങ്കിൽ എൻ്റെ പേര് എഴുതിയിട്ടുള്ള ഒരു സിഗ്നേച്ചർ ബ്രഷാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതിന് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വാട്ടർമാർക്ക്, ഒരു സിഗ്നേച്ചർ വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടായിട്ട് പുതിയ ഒരു ഇമേജ് അല്ലെങ്കിൽ പുതിയ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ എടുത്ത്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ യൂസ് ചെയ്യാം. അത് ഉപയോഗിച്ച് ബ്രഷ് സൈസ് പരമാവധി കുറച്ച് നിങ്ങളുടെ സിഗ്നേച്ചർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സിഗ്നേച്ചർ വരച്ച് ഉണ്ടാക്കി എടുക്കുക. എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി താഴെയായിട്ട് ഡിഫൈൻ ബ്രഷ് പ്രീസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ബ്രഷ് നെയിം ചോദിക്കുന്നുണ്ട്. നമുക്ക് സിഗ്നേച്ചർ അല്ലെങ്കിൽ സൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രഷ് നെയിം നമ്മൾ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ ഒരു ബ്രഷ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കത് അവിടെ ബ്രഷ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വാട്ടർമാർക്കായിട്ട് കൊടുക്കാൻ പറ്റും, ലോഗോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്, ഇവിടെ നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ദയവായിട്ട് എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്.